ജീവനക്കാരുടെ വിദ്യാഭ്യാസക്കുറവ് കേരള കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ചാൻസലർ മല്ലിക സാരാഭായിയുടെ പരാമർശത്തെ തള്ളി വൈസ് ചാൻസലർ. കലാമണ്ഡലത്തിലെ നിയമനങ്ങൾ സുതാര്യമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. LDF UDF മുന്നണികളുടെ രാഷ്ട്രീയ നിയമനം മൂലം യോഗ്യതയില്ലാത്തവർ ജീവനക്കാരായി കടന്നുകൂടിയെന്നും ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും ജീവനക്കാർക്ക് അറിയില്ലെന്നുമായിരുന്നു ചാൻസലർ മല്ലിക സാരാഭായിയുടെ വിമർശനം. എന്നാൽ ചാൻസലറുടെ പരാമർശത്തെ തള്ളുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ ആർ അനന്തകൃഷ്ണൻ. അപ്പോയിന്റ്മെന്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരത്തിലുള്ള ഇന്റർവെൻഷൻ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടെ പറയാൻ കഴിയും. ഈ ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എമിനൻ്റായിട്ടുള്ള, അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും. 2022 മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മല്ലിക സാരാഭായിയെ കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി സർക്കാർ നിയമിച്ചത്. മല്ലിക സാരാഭായി ഇപ്പോൾ ഉയർത്തിയ വിമർശനം സർക്കാരിനെയും LDFനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.